നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതക കേസിലും തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ദുരൂഹത തുടരുകയാണ്. ഈ രണ്ട് വാർത്തകളാണ് പ്രധാനമായും സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ആദ്യം പോകുന്നത് ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതക കേസിലേക്കാണ്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ മൊഴികളിൽ പരാമർശിക്കുന്ന മുൻ വൈരാഗ്യത്തിനപ്പുറം കുടുംബത്തിന് അന്ധവിശ്വാസം ഉണ്ടായിരുന്നതായും ഹരികുമാറും ശ്രീതുവും തലമുണ്ടനം ചെയ്തത് ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണെന്നുമാണ് കണ്ടെത്തൽ. കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസിനെ വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ കേസിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ, എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കുന്നതായിരിക്കും. പ്രതി കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിന്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതെല്ലാം പ്രതി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടുതൽ അന്വേഷണം നടത്തി അയാൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുണ്ടോ, അത് ശരിയാണെന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ മാത്രം പറയാം. അതങ്ങനെ പറയാറായിട്ടില്ല. അത് വിശദമായിട്ട് അന്വേഷിച്ച് മാത്രമേ പറയാനുള്ളൂ. വസ്തുക്കൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ തെളിവുകൾ കൂടുതൽ കമ്പയർ ചെയ്തിട്ടൊക്കെ വേണം. പ്രതി ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണതോതിൽ പോലീസ് വിശ്വസിക്കുന്നില്ല. അത് കറക്റ്റ് ആണോ എന്ന് അന്വേഷിക്കും. അതെ, അത് നമ്മൾ മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് കൺഫേം ചെയ്യാം. കൊലപാതകം നടത്തിയത് താനാണെന്ന അമ്മാവൻ ഹരികുമാറിന്റെ കുറ്റസമ്മതം പോലീസ് വിശ്വസിക്കുമ്പോഴും അതിനപ്പുറമുള്ള ചില സംശയങ്ങൾ പരിശോധിക്കുകയാണ്. കൊലപാതകത്തിന് പ്രേരിപ്പിച്ച കാരണങ്ങളിലാണ് സംശയമുള്ളത്. കുഞ്ഞിന്റെ അമ്മയും അമ്മാവനും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും മന്ത്രവാദിയുടെ ബന്ധവും ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ചില സംശയങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. കേരളത്തെ നടുക്കിയ 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിന്റെ കൊലപാതകത്തിന്റെ കാരണം തേടിയുള്ള പോലീസിന്റെ അന്വേഷണം തുടരുമ്പോൾ ഇപ്പോഴും ഈ നാട് ആ ഞെട്ടലിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. കൂട്ടുകൽക്കോണം എന്ന സ്ഥലത്താണ് ദേവേന്ദുവിന്റെ വീട്. ആ വീടിനോട് തൊട്ട് ചേർന്നുള്ള വീട്ടിലെ ഒരമ്മ എന്നോടൊപ്പം ചേരുകയാണ്. നമ്മുടെ പേരെന്നാ? യശോദ. ഈ ദേവേന്ദുവിനെ കാണാറുണ്ടായിരുന്നോ? എന്നും കാണാറുണ്ടായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു? കൊച്ചല്ലേ, നല്ല സ്മാർട്ട് കൊച്ച്, നല്ല കൊച്ച്. ഞാട് ചിലമേ അമ്മ വന്ന് വിളിക്കും, ചാറ്റയൊക്കെ പറയും. ഒരു സ്നേഹമുള്ള കൊച്ച്, നല്ല കൊച്ച്. ഇതെങ്ങനെ സംഭവിച്ചോ എന്തോ, അതിശയം തന്നെ നോക്കൊക്കെ. ഈ അവരുടെ വീട്ടിലൊരു സാഹചര്യം എങ്ങനെയായിരുന്നു? വെളിയിലാക്കി പറഞ്ഞുകൂടാ, എല്ലാം അച്ചടക്കാണ് അവര്. പുറമെ അങ്ങനെ ഒരു പ്രശ്നം, സമാധാനകരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ കടമുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം? കടമുള്ളതൊക്കെ ഇപ്പോഴല്ലേ അറിയാന്നുള്ളത്. ഈ സംഭവത്തിന് ശേഷം അവളെ ഈ ചെറുക്കന്റെ അച്ഛൻ മരിച്ചില്ലേ, അപ്പോഴാണ് ഈ കടമളിയിൽ വന്നത്. ഈ കടത്തിന്റെ കാര്യം അതിനാർക്ക് പറഞ്ഞുകൂടായിരുന്നു. നേരത്തെ എന്തെങ്കിലും കച്ചവടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നുമില്ല. ഇനി ഇത്രയും വലിയൊരു ആയിട്ട് നേഴ്സറി പോകും. ആര്? രാഗിണി, ഇവിടെ അമ്മ ആയിട്ട് നേഴ്സറി പോകും. വേറെ അവർക്ക് കച്ചവടം തോലൊന്നുമില്ല. ഈ കട എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒന്നേ വീട് വയ്ക്കണം, അല്ലെങ്കിൽ മക്കളെ അയക്കണം, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ കടം വരണം. ഇതെങ്ങനെ കടം ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. വാഹനം വെക്കുന്നത് നമ്മുടെ മുറ്റത്താണല്ലേ? സ്കൂട്ടർ ഈ ഹരികുമാറിന്റെ നമ്മളവിടെ തന്നെ കൊണ്ടുപോയിക്കണം. നിങ്ങൾ അവസാനം എന്നായിരുന്നു കണ്ടത്? ഞാൻ തലേദിവസം, ഈ സംഭവത്തിന് തലേദിവസം കണ്ട് വണ്ടി എടുത്തോണ്ട് പോണത് കണ്ടായിരുന്നു. വർത്താനം പറഞ്ഞു? സംസാരിക്കൊന്നുമില്ല നമ്മുടെ അടുത്ത്. ഇത് ഈ ഹരികുമാർ സംസാരിക്കില്ല. പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളൊരു? അവന് ഒരു കുഴപ്പമുള്ളതായിട്ട് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ ആരുമായിട്ടും അങ്ങനെ ഒരു ബന്ധമില്ല? ഇപ്പൊ വെളിയിലായിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കും. പയ്യന്മാരോട്ട് കമ്പനിയൊന്നുമില്ല. ഇല്ല, വീടിനകത്താണ്. വീട്ടിനകത്ത് തന്നെ ഇരിക്കും. അവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഒരു വ്യക്തിക്ക് അറിഞ്ഞൂടാ. അതായത് ഇങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് തൊട്ട് താമസിക്കുന്നത്. അവർക്ക് അറിഞ്ഞൂടല്ല എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അതാണ് തൊട്ട് അടുത്തുള്ള കുടുംബങ്ങൾ ഉൾപ്പെടെ, അതായത് ഈ ഹരികുമാറിനെ കുറിച്ചും ദേവേന്ദുവിനെ കുറിച്ചുമൊക്കെ പങ്കുവെക്കുന്നത്. ദേവേന്ദു വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എന്നും കാണാറുണ്ടായിരുന്നു എന്നാണ് ഈ അമ്മ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനോടൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യനോടാണ് ഈ ദേവേന്ദുവിന്റെ
അയൽവാസികൾ, കുഞ്ഞിന്റെ വീടിന് തൊട്ട് സമീപത്ത് താമസിക്കുന്നവർ സംസാരിച്ചത്. ഈ കുടുംബത്തിന് ഇത്തരം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായി അറിയില്ല. പ്രതി ഹരികുമാറിന് മറ്റു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. പ്രധാനമായും ഈ നാട്ടുകാരാണ് ഈ രീതിയിലുള്ള സംശയങ്ങൾ പോലീസിനെയും ബോധിപ്പിച്ചത്. അതിനിടെ ഈ 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് കുഞ്ഞിന്റെ ജന്മശേഷമാണെന്ന് ജോത്സ്യൻ പറഞ്ഞതായി കുട്ടിയുടെ അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. ദേവേന്ദു ജനിച്ചതിന് ശേഷമാണ് കഷ്ടതകൾ തുടങ്ങിയതെന്നും അമ്മ പോലീസിന് മൊഴി നൽകി. വിശദാംശങ്ങളുമായി ഈ സംഭവ സ്ഥലത്തു നിന്നും ബാലരാമപുരത്തു നിന്നും വി വിനോദും അരുൺ മോഹനും ചേരുന്നുണ്ട്. വിനോദ്, ഈ തന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ ശ്രീധുവിനോട്, അതായത് കുഞ്ഞിന്റെ അമ്മയോട് തോന്നിയ വൈരാഗ്യമാണ് ദേവേന്ദുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രതി ഹരികുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴിയാണ് ഈ കുഞ്ഞിന്റെ അമ്മ പോലീസിന് നൽകിയിരിക്കുന്നത്. അതായത് അവിടെ വളരെ വ്യക്തമായി തന്നെ ഈ കൊലപാതകത്തിൽ ദുരൂഹത സംശയിക്കണം, ഈ കുടുംബത്തിന് അന്ധവിശ്വാസമുണ്ടെന്ന് സംശയിക്കണം. ആ രീതിയിലേക്കാണോ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത് വിനോദ്? ടോം, അമ്മാവൻ ഹരിയുടെ കുറ്റസമ്മത മൊഴി പോലീസിന് മുന്നിലുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതിയിലേക്കുള്ള അന്വേഷണം അത് എളുപ്പമായി തീർന്നിട്ടുണ്ട്. കാരണം കൊലപ്പെടുത്തിയത് താനാണെന്ന് ഒരാൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ കൊണ്ട് ഈ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇതിലെ എല്ലാ വസ്തുതകളും പുറത്തു വരേണ്ടതുണ്ട്. എന്തിന് കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്തി എന്നതാണ് ഇതിൽ വ്യക്തമാക്കേണ്ടത്. ബാക്കിയുള്ളവരുടെ പങ്ക് ഇതിൽ അമ്മയ്ക്ക്, അതോടൊപ്പം തന്നെ ശംഖുമുഖം ദേവിദാസൻ എന്ന ജോൾസിന് ഒക്കെ തന്നെ ഉള്ള പങ്ക് എന്നത് വെളിപ്പെടേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. കുട്ടിയുടെ അമ്മയെയും അമ്മുമ്മയെയും ഈ അമ്മയുടെ വലിയച്ഛനെയും അടക്കം ഇന്നിപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. ശംഖുമുഖം ദേവിദാസിനെയും രാവിലെ തന്നെ ബാലരാമപുരം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ബാലരാമപുരം സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത്. ഇതിൽ ടോം, ഈ വീട്ടുകാരുടെ ഒരു രീതി പരിശോധിച്ചാൽ ഇവർക്ക് വലിയ തോതിൽ അന്ധവിശ്വാസമുണ്ടായിരുന്നു. ഈ പൂജയും കർമ്മങ്ങളും അത്തരമുള്ള കാര്യങ്ങളുമൊക്കെ നടത്തുകയും അതിനു പിറകെ ഒരുപാട് പണം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. മാത്രമല്ല, ഈ 2 വയസ്സുകാരിയുടെ ജനനം അത് അമ്മാവന് ദോഷമാണ്, കുടുംബത്തിന് ദോഷമാണ്, പ്രത്യേകിച്ച് അമ്മാവിന് ദോഷമാകും എന്ന ഒരു പ്രവചനം ജോൾസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കാര്യം കൂടി വരുന്നുണ്ട്. അതിൽ പോലീസിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും അതിനുശേഷം കുട്ടിയുടെ തല മുണ്ടനം ചെയ്യുന്നു. പിന്നീട് അമ്മയും അമ്മാവരും തലമുട്ടയടിക്കുന്നു. ഈ തരത്തിൽ ഇവർ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, ഈ കുട്ടിയുടെ വീട്ടിൽ തന്നെ ചില പൂജകളും കാര്യങ്ങളും ഒക്കെ ഇവർ ചെയ്തിരുന്നു. നാട്ടുകാർക്ക് ഈ ശത്രുദോഷമോ അല്ലെങ്കിൽ കൂടോത്രമോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നവർ ഇവരുടെ വീട്ടിലേക്ക് വരികയും അവിടെ അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില പൂജകൾ, ഈ വസ്തുക്കളൊക്കെ തന്നെ വീട്ടിലെ പരിശോധനയിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ആ തരത്തിൽ പൂർണ്ണമായും ഒരു അന്ധവിശ്വാസത്തിന്റെ പാതയിലൂടെ ഇവർ സഞ്ചരിച്ചു എന്നതാണ്. ദേവിദാസിനെ കുറിച്ചുള്ള ഒരു അന്വേഷണവും നമ്മൾ നടത്തി. കരിക്കകം സ്വദേശിയാണ്. നേരത്തെ ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. പിന്നീട് കാഥികനായി ആ പരിസരത്ത് തന്നെ ഒരു ക്ഷേത്രത്തിൽ കഥാപ്രസംഗം നടത്തുമ്പോൾ ഇദ്ദേഹത്തിന് നേരെ ചീമുട്ട ഏറുണ്ടായി. അതിനുശേഷം മുട്ടക്കച്ചവടത്തിലേക്ക് ഇദ്ദേഹം തിരിയുന്നു. ആ തരത്തിലാണ് അരുൺ മോഹൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇതിൽ ഇപ്പോൾ കുറ്റസമ്മത മൊഴി വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല. ഇനി ഇതിൽ എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്? ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഒരു രീതി എങ്ങനെയാണ്? വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ആ സമയം മുതൽ ഇന്ന് 48 മണിക്കൂർ പിന്നിടുന്ന ഈ ഒരു സമയം വരുമ്പോഴും പോലീസിൽ നിന്ന് വ്യക്തമായൊരു സൂചന നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകർ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പൊതുസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ലഭിക്കുന്ന വിവരങ്ങൾ, സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്നതും പോലീസിലെ ചില ആൾക്കാർ അവർ നമ്മുടെ നൽകുന്ന ചില വിവരങ്ങൾ, പക്ഷേ ഔദ്യോഗികമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാം. SP-യുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രതി എന്നത് ബുദ്ധിമുട്ടില്ല. കാരണം കുറ്റസമ്മതം നടത്തിക്കഴിഞ്ഞു, പോലീസിന്റെ മുന്നിൽ പ്രതിയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ വലിയ കുറ്റകൃത്യമാണ്. ആ കുഞ്ഞിന്റെ ആത്മാവിന് നീതി കിട്ടണമെങ്കിൽ ഇതിലെ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടണം. ഇതിലെ സത്യം പുറത്തു വരേണ്ടതുണ്ട്. തീർച്ചയായും വിനോദ്, അത് തന്നെയാണ്. ആത്മാവിന് നീതി കിട്ടേണ്ടത് നമ്മുടെയും ഒരു ബാധ്യത തന്നെയാണ്. നമുക്ക് ഇവിടെ ചോദിക്കുന്ന, പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് കുട്ടിക്ക് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു, ആരാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. നമുക്ക് ഇന്നലെ അവസാന നിമിഷം DYSP, നെയ്യാറ്റിൻകര DYSP ഷാജി നമുക്ക് നൽകി, മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി എന്ന് പറയുമ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിൽ,
അത് കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ. അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റുള്ളവരെ താൽക്കാലികമായി വിട്ടയക്കുന്നു. പക്ഷേ അതൊരു വിട്ടയക്കലല്ല, അവരെ വീണ്ടും വിളിച്ചു ചേർക്കും എന്ന് പറഞ്ഞാൽ, അതായത് അവരുടെ ഭാഗത്ത് ഏതെങ്കിലും ക്രൈം ഉണ്ടെങ്കിൽ, കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർ അകത്താകും എന്ന് തന്നെയാണ്. തീർച്ചയായും അവരെ വീണ്ടും വിളിച്ചു നിർത്തി അവരെ ചോദ്യം ചെയ്യും എന്ന് തന്നെയായിരുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത്. അത് തന്നെയായിരുന്നു ഇന്ന് രാവിലെ നടക്കുന്നത്. ഇന്ന് രാവിലെ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഈ സംഭവം നടന്ന വീട്ടിലെത്തുന്നു, വീട്ടിൽ പരിശോധന നടത്തുന്നു. അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ ഈ സംഭവം നടക്കുന്ന ബാലരാമപുരം സ്റ്റേഷനിലേക്ക് ഈ കേസിലെ മുഴുവൻ പ്രതികളെയും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാരെയും ഇതിലേക്ക് വിളിച്ചു വരുത്തി അവർ ഒരു ചോദ്യം ചെയ്യൽ നടക്കണം. അതും നെയ്യാറ്റിൻകര DYSP ഉണ്ട്, മാരായമുട്ടം DYSP ഉണ്ട്, ഈ പറയുന്ന പല ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടന്നു വന്നിരിക്കുന്നത്. ടോം, ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ഒരു സാമ്പത്തിക വശം കൂടി, അതായത് വാക്കാൽ നേരത്തെ കുട്ടിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞത് 30 ലക്ഷം രൂപ ഈ ദേവിദാസിന് നൽകിയൊരു സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നതൊക്കെയാണ്. പക്ഷേ ഈ കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഇവർ പണം ചെലവാക്കി ഈ ദോഷം മാറുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ അത് ചെയ്യുന്നതിന് വേണ്ടി പണം മുടക്കി എന്നത് തന്നെയാണ്. ഈ വലിയ തോതിൽ പൈസ നൽകിയിട്ടുണ്ട്. പക്ഷെ 30 ലക്ഷം രൂപ കൊടുക്കാനുള്ള ശേഷി ഈ കുടുംബത്തിനുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ നൽകി എന്നാണ് കുട്ടിയുടെ അമ്മ പോലീസിനോട് നേരത്തെ തന്നെ പോലീസിൽ എത്തി പരാതിയായി പറഞ്ഞത്. പക്ഷെ അത് രേഖാമൂലം അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. ഈ ജോൾസന്റെ പങ്ക് കൃത്യമായും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്ന കാര്യം. പക്ഷേ ജോൾസനുമായി നമ്മൾ രാവിലെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശംഖുമുഖൻ ദേവിദാസൻ അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിന്റെ അമ്മാവൻ ഹരി ഒരു കൊല്ലം മുൻപ് തന്റെ സഹായിയായി വന്നിരുന്നു. ഏതാണ്ട് 10 ദിവസത്തോളം തന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം ഹരിയെ ഒഴിവാക്കുകയായിരുന്നു എന്നതാണ്. ഹരി അവിടെ എത്തിയത് കുട്ടിയുടെ അമ്മ ശ്രീതു വഴിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും അതുമുതൽ ഇവർ ഈ കുടുംബവുമായി ജോൾസിന് നല്ല ബന്ധമുണ്ട്. ഇവരുടെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് പലപ്പോഴും ഉപദേശങ്ങൾ നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ കൊല നടത്തണം എന്ന തരത്തിലൊരു ഉപദേശം നൽകിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. ഈ ദോഷം പറഞ്ഞു എന്നത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് അമ്മാവൻ ഇപ്പോൾ ഈ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മറ്റേതെങ്കിലും കാരണം ഇതിന് പിറകിലുണ്ടോ ഇതെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ റൂറൽ SP നമുക്ക് മുന്നിലുള്ള പോലീസ് സ്റ്റേഷനിലുണ്ട്. ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ടോം, ആരുടെയൊക്കെയാണ് വിനോദ് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മ, മുത്തശ്ശി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നുണ്ട്? അതോടൊപ്പം ഈ ജോൾസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നല്ലോ. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ പ്രധാനമായും ഈ രീതിയിൽ ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ജോൾസന്റെ ഭാഗത്ത്, ഈ ദേവിദാസിന്റെ ഭാഗത്ത് ഏതെങ്കിലും പരാമർശം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പോലീസ് അറിയേണ്ടത്. അതിനപ്പുറം ഈ ഒരു കുഞ്ഞ് ആണ് ഈ കുടുംബത്തിന് ഈ രീതിയിലുള്ള അനിഷ്ടങ്ങൾക്ക് കാരണമെന്ന ജോത്സ്യത്തിന്റെ പരാമർശത്തിന്മേൽ ഏതെങ്കിലും രീതിയിലുള്ള കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ? പാലക്കാട് കൊലപാതകത്തിലും ഇത്തരം ഒരു ജ്യോതിഷിയുടെ പങ്കാണ് പുറത്തു വന്നത്. നീളമുള്ള ഈ മുടിയുള്ള സ്ത്രീ കാരണം പ്രതിയുടെ കുടുംബം തകർന്നു എന്ന് പറയുകയും ചെന്താമര പിന്നീട് കൊലപാതകത്തിലേക്ക് പോവുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. തൊട്ട് പിന്നാലെയാണ് വീണ്ടും തിരുവനന്തപുരത്ത് അതേ തരത്തിൽ ഒരു കൊലപാതകം വരുന്നത്. ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുന്നു. ഇതിന് പിറകിൽ ജോൾസന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന കാര്യം കൃത്യമായി പരിശോധിക്കുന്നുണ്ട് പോലീസ്. പ്രകോപനപരമായി പെരുമാറുന്ന തരത്തിൽ, അതിലേക്ക് നയിക്കുന്ന തരത്തിൽ, ഈ കുറ്റകൃത്യം ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു പരാമർശമോ നിർദ്ദേശമോ ഉപദേശമോ ജോൾസന്റെ ഭാഗത്തുണ്ടായോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഈ കുടുംബവുമായി ജോൾസിന് അടുത്ത ബന്ധമുണ്ട് എന്ന കാര്യം ഇതിനകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മയും അമ്മാവനുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ, ഈ ചാറ്റുകളും പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലായിരുന്നു എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ പരിശോധനകൾ നടക്കുന്നേ ഉള്ളൂ. ചില സൂചനകളുണ്ട്, പക്ഷേ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുന്നേ ഉള്ളൂ. ആ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഈ 2 വയസ്സുകാരിയുടെ കൊലപാതകം നടത്തിയത് താനാണെന്ന് അമ്മാവൻ ഏറ്റുപറയുമ്പോഴും അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല പോലീസ്. കൂടുതൽ വ്യക്തത നേടുന്നുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ, ഏത് സാഹചര്യത്തിലാണ് ഈ കൊലപാതകം, അതാണ് ചില അവ്യക്തതകൾ ഇപ്പോഴും ഉള്ളത് വിനോദ്. കാരണം ഈ അമ്മാവൻ ഹരികുമാർ പറയുന്നു അമ്മ ശ്രീധുവിനോടുള്ള വിരോധത്തിന്റെ പുറത്താണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന്. പക്ഷെ അമ്മയുടെ വാദത്തിൽ ഈ രണ്ടുപേരുടെയും വാദങ്ങളിൽ പരസ്പരം ഈ പൊരുത്തക്കേടുകളുണ്ട്. ഇതാണോ പോലീസ് പ്രധാനമായി ഇപ്പോൾ അന്വേഷിക്കുന്നത്? ഈ അമ്മയ്ക്ക് കൊലപാതകത്തിൽ പങ്കില്ല എന്ന് തന്നെ പോലീസിന് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നുണ്ടോ?
അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല ടോം. കാരണം അത് പോലീസ് പരിശോധിക്കുന്നുള്ളൂ. കുഞ്ഞ് എങ്ങനെ അമ്മാവന്റെ അടുത്തെത്തി, അതുമായി ബന്ധപ്പെട്ട് നടന്ന വാട്സപ്പ് ചാറ്റുകൾ, വാതിൽ തുറന്ന് ഇട്ടിരുന്നത് ഏത് തരത്തിൽ, അല്ലെങ്കിൽ അത് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ തുടങ്ങി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അവിടെയാണ് ഈ മൊഴികളിലുള്ള വൈരുദ്ധ്യങ്ങൾ. പക്ഷേ ഇത് കൃത്യമായി നമുക്ക് പറയാം, അന്ധവിശ്വാസത്തിന്റെ ഒരു എലമെന്റ് ഈ കേസിലുണ്ട്. പൂർണ്ണമായും കുഞ്ഞിന്റെ തല മുണ്ടനം ചെയ്തതും പിന്നീട് മറ്റുള്ളവർ തല മുണ്ടനം ചെയ്തതും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി, അമ്മാവനും കുട്ടിയുടെ അമ്മ ശ്രീതുവുമായി, ഹരിയും ശ്രീതുവുമായി ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മറ്റ് അവരുടെ ചാറ്റുകൾ പരിശോധിക്കണം. കാരണം ഒരു സഹോദരൻ സഹോദരി ബന്ധം എന്നതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങൾ, ആ ഒരു ചാറ്റിന്റെ വിശദാംശങ്ങൾ കൂടി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ അമ്മാവൻ ഈ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തിരുന്നില്ല, അമ്മയാകട്ടെ ഈ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തിരുന്നു. അതെല്ലാം തന്നെ റിട്രൈവ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ പൂർണ്ണമായും ഈ കേസുമായി ബന്ധപ്പെട്ടൊരു നിഗമനത്തിലേക്ക് പോകാൻ കഴിയൂ. പല ഘടകങ്ങൾ ചേർന്ന് ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകത്തിലേക്ക് ചെന്നെത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ടോം, ഇതിനു മുൻപ് കുഞ്ഞിനെ അപായപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം, അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിച്ചു, കുഞ്ഞിനെ ഈ അമ്മയോ അമ്മാവനോ ഉപദ്രവിച്ചു എന്ന രീതിയിലുള്ള ഏതെങ്കിലും പരാതികൾ ഉയർന്നു വരുന്നുണ്ടോ? ഇല്ല, ആ തരത്തിൽ കുഞ്ഞിന് നേരെ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഈ അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായതായോ മറ്റോ ഉള്ള വിവരങ്ങളില്ല. ഇവർക്ക് ഈ കുടുംബം, പ്രത്യേകിച്ച് അമ്മാവന് ദോഷം എന്നത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന കാരണമായി പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതെല്ലാം തന്നെ റൂറൽ എസ് പിയും ഡിവൈഎസ്പിയും ഒക്കെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഈ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ ശേഷം അമ്മാവൻ തന്നെയാണ് കിടക്കയ്ക്ക് തീ വെച്ചത്, സ്വന്തം കിടക്കയ്ക്ക് തീ വെച്ചതും അമ്മാവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രതിയെ കണ്ടെത്തുക എന്നതാണ്. ഇതെങ്ങനെ ഈ കുഞ്ഞ് മരിച്ചു എന്നത് വ്യക്തമാവുക എന്നതായിരുന്നു. അക്കാര്യം ഏതായാലും പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന് മുന്നിൽ കൊലയാളിയുണ്ട്, കൊലപാതകി ഇതിനകം തന്നെ ഈ കൃത്യം നടത്തിയത് താനാണെന്ന് പോലീസിനോട് തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വെല്ലുവിളി, ഈ കേസിൽ പ്രതിയെ കണ്ടെത്തുക എന്നൊരു ബുദ്ധിമുട്ടോ വെല്ലുവിളിയോ പോലീസിന് മുന്നിലില്ല. പക്ഷേ പോലീസ് അവിടം കൊണ്ട് നിർത്തുന്നില്ല. കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിന് വിശദമായ ചോദ്യം ചെയ്യലുകൾ വേണം, ശാസ്ത്രീയമായ സമാഹരിക്കേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് അറസ്റ്റിലായ പ്രതി പോലീസിന്റെ തന്നെ സംവിധാനത്തിലുണ്ട്. മറ്റാളുകൾ കഴിഞ്ഞ ദിവസം സംസ്കാരവുമായി ബന്ധപ്പെട്ട് അമ്മയൊക്കെ തന്നെ മുത്തശ്ശിയും ഒക്കെ പുറത്തേക്ക് വിട്ടെങ്കിലും ഇന്ന് അവരെല്ലാം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവരെല്ലാം തന്നെ രാവിലെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ടോം, വ്യക്തമാണ്. വി വിനോദാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. ഇപ്പോഴും ദുരൂഹത നീങ്ങിയിട്ടില്ല. കാരണം ഈ അമ്മാവൻ കൊലക്കുറ്റം ഏറ്റെടുത്തെങ്കിൽ പോലും ഈ കൊലപാതകത്തിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിന്റെ പങ്ക് അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം ജോത്സ്യന്റെ ഏതെങ്കിലും രീതിയിലുള്ള പ്രേരണ ഈ കൊലപാതകത്തിനുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. എറണാകുളത്ത് റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. 15-കാരൻ ആത്മഹത്യ ചെയ്ത പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹർ അഹമ്മദാണ് 2 ആഴ്ച മുൻപ് ഫ്ളാറ്റിന് മുകളിൽ നിന്നും ചാടി ജീവനൊടുക്കിയത്. കുട്ടി മുൻപ് പഠിച്ചിരുന്ന ജെം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെയും കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ സംഭവം നടന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം, അതായത് ഈ കുട്ടിയുടെ ആത്മഹത്യ നടന്ന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അമ്മ ഇന്നലെ ഈ ഒരു ആരോപണവുമായി ഫേസ്ബുക്കിൽ പല വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. അതിൽ വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് ഈ മിഹിർ അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ചും കൂടെ പഠിച്ചിരുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നും വളരെ മാനസികമായ പീഡനങ്ങൾ, ശാരീരികമായ ഉപദ്രവം, ടോയ്ലറ്റ് നക്കിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ ഏറെ മാനസിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് തന്റെ കുഞ്ഞ് ജീവനൊടുക്കിയതെന്ന് ഏറെ സങ്കടത്തോടു കൂടി ഒരു അമ്മ പുറം ലോകത്തോട് പറയുന്നു. അവിടെ കേസ് അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും ഈ സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് പറയുന്നു. ഈ 2 സ്കൂളുകളാണ് ഈ വിഷയത്തിൽ ആരോപണത്തിന്റെ നിഴലിലുള്ളത്, സംശയത്തിന്റെ നിഴലിലുള്ളത്. ഒന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂള്, 2 ജെം സ്കൂള്. രണ്ടും
കൊച്ചിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള 2 സ്കൂളുകളാണ്. ഈ 2 സ്കൂളുകളുടെയും ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം റാഗിംഗ് ആണ് എന്ന് തന്നെയാണോ കുടുംബത്തിന്റെ ആരോപണം? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്, ഡാനി? പോലീസ് ഈ കേസിന്റെ അമ്മ നൽകിയ പരാതിയെ തുടർന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അമ്മ നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെ സ്കൂൾ അധികൃതരോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങൾ സമർപ്പിക്കാനടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകാതെ അവർ പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരം കാര്യങ്ങളിൽ വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത് ഒരു 2 ഘട്ടം എന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു അന്വേഷണം പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും അതിൽ മൊഴികൾ സ്കൂളിൽ ചെല്ലുകയും അതിൻ്റെ വിശദാംശങ്ങൾ തേടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഈ കേസിൻ്റെ ഒരു സ്വഭാവം മാറുന്നത് അമ്മ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകുകയും ഒപ്പം തന്നെ അവരൊരു തുറന്ന കത്ത് എന്ന രീതിയിൽ തന്നെ ഇതുമായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറയുകയും ചെയ്തതോടെയാണ് അതിൽ സ്വന്തമായ രീതിയിൽ തന്നെ അവർ അന്വേഷണം നടത്തുന്നത്. പ്രധാനമായും തന്നെയും ഈ കുട്ടിയുടെ സഹപാഠികളെ കേന്ദ്രീകരിച്ച് അവരിൽ നിന്ന് എന്താണ് സ്കൂളിൽ നടന്നത്, ഇങ്ങനെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള മനപ്രയാസമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലാണ് സഹപാഠികൾ പലരും തന്നെയും സ്കൂളിൽ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്ന മിഹർ അഹമ്മദിന് നേരിടേണ്ടി വന്ന വൈഷമ്യങ്ങളടക്കം ഓരോന്നായി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തത്. പലതും അവർ ഇവരോട് നേരിട്ട് പറയുകയും ചെയ്തതായിട്ട് പറയുന്നു. ഒപ്പം തന്നെ കുട്ടിയുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കുമ്പോൾ ചില ചാറ്റുകൾ, വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു. ഇതിലെല്ലാം തന്നെയും അവർക്ക് ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ വിശദമാക്കുന്നതായിരുന്നു. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ സഹപാഠികൾ പലരും തന്നെയും അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് ഈ മുഖം ഈ ക്ലോസറ്റിൽ അമർത്തി വെച്ചുകൊണ്ട് ഫ്ലഷ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എത്രത്തോളം ഭീതിജനകമാണ് ഇത്തരം കാര്യങ്ങൾ അത് നമുക്ക് ആലോചിക്കാവുന്നില്ല. അതുപോലുള്ളൊരു സങ്കീർണതകളിലൂടെയാണ് ഈ വിദ്യാർത്ഥി ഓരോ ദിവസവും ക്ലാസ്സിൽ കടന്നു പോയിരുന്നത്. സ്കൂളിലേക്ക് വരാൻ പോലും മടി തോന്നുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് സഹപാഠികളിൽ നിന്ന് ഒപ്പം തന്നെയും സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നടക്കം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരവസ്ഥയായിരുന്നു. റാഗിംഗ് തന്നെ എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ ക്ലാസ്സിലേക്ക് പോകാൻ പോലും മടി തോന്നുന്ന സാഹചര്യത്തിലേക്ക് അടക്കം പോകുന്നു. നിറത്തിൻ്റെ പേരിലടക്കം ഈ വിദ്യാർത്ഥിക്ക് മറ്റുള്ളവരിൽ നിന്ന് അപമാനം സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നുവെന്ന് അമ്മയുടെ ആ ഒരു കത്തിലെല്ലാം തന്നെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർണതകൾക്കൊടുവിലാണ് കുട്ടി മനം നൊന്ത വീടിന് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടുന്നത് എന്നതാണ് അമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ ക്രൂരമായ ഒരു റാഗിങ്ങിന്റെ ഇരയാണ് തങ്ങളുടെ മകനെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അത്തരം കാര്യങ്ങളാണ് അവർ ഈ കത്തിലുടനീളം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ പരാതി സമർപ്പിക്കുന്നത്. DGPക്ക് അടക്കം നൽകിയ പരാതിയിലാണ് ഒരു ഇതിലെ എന്താണ് ഇതിന്റെ വസ്തുത എന്നതടക്കം പരിശോധിക്കാൻ നിർദ്ദേശം നൽകുന്നത്. തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കാണ് ഇതിന്റെ ഒരു ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടി മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. പക്ഷെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് വിദ്യാർത്ഥികൾ തന്നെയാണ് എതിർഭാഗത്തുമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം തേടുമ്പോൾ അതിൽ കുറച്ച് സാവകാശം, അതായത് ഉടനടി എന്നതിനപ്പുറം കുറച്ചുകൂടി ഒരു സാവകാശം നൽകിയേക്കാം. പ്രത്യേകിച്ച് ഈ പരീക്ഷാകാലവും അടുക്കെയുള്ള ഒരു കാലങ്ങളാണ്. അതുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ മാതാപിതാക്കളെ കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട്, കാരണം ഇതിന്റെ അന്വേഷണത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ കഴിയുകയില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. മനസ്സിലാക്കുന്നതനുസരിച്ച് DGPക്ക് അടക്കം നൽകിയ പരാതിയിൽ ചില കാര്യങ്ങൾ, പലരും ചില പേരുകൾ അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പേരുകളിലുള്ള വിദ്യാർത്ഥികളിലേക്ക് കൂടി കൃത്യമായ വിശദീകരണങ്ങൾ നേടേണ്ടതുണ്ട്. ഒപ്പം സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് കാണേണ്ടത്. കാരണം ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് നടപടിയെടുക്കാത്തതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്ത് വിശദീകരണം വേണമെന്നതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരും. ഒപ്പം ടോം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കാര്യം, തീർച്ചയായും ഡാനി, സ്കൂളിൽ വെച്ച് റാഗിങ് നേരിടേണ്ടി വന്നതായി മിഹർ അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടില്ല, ഒന്നും മറച്ചു വെക്കാൻ ഒന്നുമില്ല എന്നാണ് ഈ സ്കൂൾ അധികൃതർ പറഞ്ഞത്. പക്ഷേ
ഈ കുടുംബം ഉന്നയിക്കുന്നത് പോലെ സ്കൂളിൽ വെച്ച് തന്നെ ഇത്തരം സംഭവം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ മിഹിറിന്റെ ആത്മഹത്യാ കേസിന് തൊട്ടു പിന്നാലെ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ചില ഇടപെടലുകളുണ്ടായി, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായി. ഈ റാഗിംഗ് എന്ന സംഭവം പോലും പോലീസ് അന്വേഷിച്ചില്ല തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഈ സ്കൂളിന്റെ വിശദീകരണം എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോമി, വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടില്ല, ഏത് രീതിയിലുള്ള ഒരു അന്വേഷണവും നേരിടാൻ തങ്ങൾ തയ്യാറാണ്, തുറന്ന മനസ്സോടുകൂടി തന്നെയാണ് ഈ കേസിനെ സമീപിക്കുന്നത്. യാതൊരു രീതിയിലുള്ള ഒളിച്ചുവെക്കലും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് അവർ പറയുന്നു. അവർ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇങ്ങനെയൊരു പരാതി, ഈ റാഗിംഗ് സംബന്ധിയായ ഒരു പരാതി എപ്പോഴെങ്കിലും വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ പിന്നീട് ഈ വിദ്യാർത്ഥിയുടെ കുടുംബമോ ഉന്നയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് നടപടികളിലേക്കും നീങ്ങാൻ തങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരു പരാതി പോലും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. മാത്രവുമല്ല, ഈ പറയുന്ന ദിവസം, അതായത് ഈ ആത്മഹത്യ സംഭവിച്ച ദിവസം, കുട്ടി വീണ് മരിച്ച ദിവസം, അന്നും ബാസ്കറ്റ്ബോൾ കോർട്ടിൽ മിർ അഹമ്മദ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നു. വളരെ സന്തോഷവാനായി കാണപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. ഈ മറ്റു ദിവസങ്ങളുമെല്ലാം അതുപോലെയാണ്. അധിക കാലമായിട്ടില്ല ഈ വിദ്യാർത്ഥി ഇവിടേക്ക് മറ്റൊരു സ്കൂളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടേക്ക് ഈ വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രചരണം അത് സ്കൂളിന്റെ ഒരു സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നവർ പറയുന്നു. അതിന് എന്താണ് അവർ അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്ന രീതിയിൽ ഉന്നിയുള്ളതായിരിക്കാം അത്തരമൊരു ആശയം. എന്തായാലും അവർ പറയുന്നത് ഏത് തരം അന്വേഷണവുമായിട്ട് തങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. ഇന്ന് പോലീസ് ഇവിടെ സ്ഥലത്തെത്തുകയും ചില പരിശോധനകൾ നടത്തുകയും ചെയ്തതായി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയതാണെന്ന് പറയുന്നു. സ്കൂളിലെ CCTV ദൃശ്യങ്ങളടക്കം ഇവർ ശേഖരിച്ചിട്ടുണ്ട്, പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിശോധിക്കട്ടെ. തങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സംഭവത്തിൽ അങ്ങനെയൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല. കാരണം ഇങ്ങനെയൊരു കാര്യം റാഗിംഗ് അങ്ങനെ സ്കൂളിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. കാരണം അത് ഏതെങ്കിലും രീതിയിൽ അവരുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഈ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥിയോ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. സാധാരണഗതിയിൽ അതെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ് ഏതെങ്കിലും രീതിയിൽ. അതല്ലെങ്കിൽ കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടതാണ്. ഈ കുട്ടിയല്ല ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങളോട് ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ അറിയേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊരു സംഭവം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ സഹകരണം അവർ പറയുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് അവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് വിശദീകരണത്തിനും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് വിശദീകരിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഈ കേസിനെ കാണുന്നത് സ്കൂളിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താനുള്ളൊരു നീക്കം എന്ന രീതിയിലാണ് കാണുന്നത്. എന്താണ് അവരുടെ ന്യായീകരണം എന്നത് അതിന് വ്യക്തമല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണത്തിലേക്ക് വ്യക്തമായ രീതിയിൽ തന്നെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. വ്യക്തമാക്കുന്നതനുസരിച്ച് സ്കൂൾ അധികൃതരെയും അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ഒരു വട്ടം അതിന്റെ പ്രോസസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എല്ലാം തന്നെ പോവുകയും ചെയ്യും. കാരണം ഇതിൽ ഒരു റാഗിംഗ് നടന്നതുപോലെ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഈ സ്കൂളിലെ. കാരണം ഇതുപോലുള്ള റാഗിംഗ് സ്കൂളിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ എളുപ്പമാണ്. കാരണം 15 ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഈ ഒരു ജനുവരിയിൽ ഉണ്ടായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് എളുപ്പമാണ്. പക്ഷെ ഡാനി, ഇവിടെ ഈ ജസ്റ്റിസ് ഇന്നലെ ഈ മിഹിറിന്റെ അമ്മ ആരോപിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഈ മിഹിറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന രീതിയിൽ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നു. പിന്നീട് ഈ പേജ് തന്നെ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെയും ചില സംശയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സ്കൂളിന്റെ ഒരു ഇടപെടലിലൂടെയാണോ ഈ ഇൻസ്റ്റഗ്രാം പേജ് നീക്കം ചെയ്തത്? ഏറ്റവും അത്തരം കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ അപ്രത്യക്ഷമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന്റെ സൈബർ ടീമിനെയും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ നടന്നു, എന്തായിരുന്നു ഈ ഒരു കൂട്ടായ്മയുടെ
ഒരു ആശയം എന്നതിനെല്ലാം തന്നെ അവർ അന്വേഷിക്കുന്നുണ്ട്. അത് പിന്നീട് ഇല്ലാതായി എന്നാണ് പറയുന്നത്. അതിൽ കൃത്യമായ സ്കൂളിന്റെ ഇടപെടൽ നടന്നിട്ടുണ്ടോ, മാത്രവുമല്ല ഇതിൽ ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്താണ് അവർ പങ്കുവച്ച വിഷയങ്ങൾ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചാറ്റുകളുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ ഒരു നിജസ്ഥിതി അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ബോധപൂർവം ഇത്തരം ഒരു ചാറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണോ എന്ന് പോലും പോലീസ് പരിശോധിക്കുന്നുവെന്നാണ് പറഞ്ഞത്. ഇതിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും നടത്തുന്നുണ്ട്. കൃത്യമായി ഏത് ദിവസമാണ് ഈ കൂട്ടായ്മ രൂപപ്പെടുകയും പിന്നീട് ഈ പരാതികളിലേക്കടക്കം കുടുംബം കടക്കുന്നു എന്ന രീതിയിൽ മനസ്സിലായപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങുകയാണോ എന്നതടക്കമുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമായി നടക്കുന്നത്. ഹിൽ പാലസ് പോലീസാണ് ഇത് അന്വേഷിക്കുന്നതെങ്കിലും സൈബർ ടീമിനെ അടക്കം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചാറ്റിന്റെ ഒരു ഹിസ്റ്ററി അടക്കമുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് അംഗങ്ങളായത്, ആ ഫോണുകളുടെ ഒരു വിശദാംശങ്ങൾ കൂടി ശേഖരിക്കുന്നു. കാരണം അത്രമേൽ ഗൗരവതരമായിട്ട് തന്നെയാണ് ഈ കേസിനെ കാണുന്നത്. അത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു റാഗിംഗ് സംഭവങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണവും പരിശോധനയും എല്ലാം തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കെല്ലാം തന്നെ പോകുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധന തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വരും ദിവസങ്ങളിൽ സ്കൂൾ അധികൃതരുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയേക്കാം. അതിനുശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥികളിലേക്ക് പോവുക. അവരുടെ ഇപ്പോൾ നടക്കുന്ന പരീക്ഷയടക്കം തടസ്സപ്പെടുത്താത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത രീതിയിൽ അവർ പഠിക്കട്ടെ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിൽ കൃത്യമായ രീതിയിൽ പോലീസ് അവരിൽ നിന്ന് മൊഴിയെടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറയിൽ 15-കാരന്റെ ആത്മഹത്യയിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. സ്കൂളിനെതിരെ 2 സ്കൂളുകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. റാഗിങ്ങിനെ തുടർന്നാണ് 15-കാരനായിട്ടുള്ള മിഹിർ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണമുള്ളത്. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയെ കാമുകൻ ക്രൂരമായി മർദ്ദിച്ചൊരു കേസ് കഴിഞ്ഞ ദിവസം നമ്മളേറെ ചർച്ച ചെയ്തതാണ്. ആ ആക്രമണത്തിനിരയായ പെൺകുട്ടി മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ക്രൂരതയ്ക്ക് ഇരയായി, കാമുകന്റെ ക്രൂരമായ ആക്രമണത്തിനിരയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ പെൺകുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നു. എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? അല്പസമയത്തിന് മുൻപാണ് ഈ പോക്സോ കേസിലെ അതിജീവിത കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അനൂപ് എന്ന യുവാവ്, സുഹൃത്തു കൂടിയായിട്ടുള്ള യുവാവിൽ നിന്നും ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ പെൺകുട്ടി അല്പസമയത്തിന് മുൻപാണ് മരിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അതീവ ഗുരുതരാവസ്ഥയിൽ ഈ പെൺകുട്ടി ചികിത്സയിലായിരുന്നു. ഡോക്ടർമാർ ഈ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷെ അതെല്ലാം വിഫലമായിക്കൊണ്ടാണ് ഇപ്പോൾ പെൺകുട്ടി മരിച്ചിരിക്കുന്നു എന്നൊരു വിവരം കൂടി വരുന്നത്. അതിക്രൂരമായാണ് യുവാവ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നത്. കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയും അതോടൊപ്പം ഈ കത്തിയൊക്കെ ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. തലച്ചോറിനേറ്റ ക്ഷതം, ഒപ്പം ശരീരത്തിലേറ്റ മാരകമായിട്ടുള്ള മുറിവുകൾ, ഈ അടിവയറ്റിലേറ്റ മുറിവൊക്കെ വലിയ രീതിയിൽ കുട്ടിക്ക് ഇത്രയും മരണത്തിലേക്ക് നയിച്ച രീതിയിലുള്ള ഒരു അപകടം തന്നെയായിരുന്നു. എന്തായാലും അതിദാരുണമായ, ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഈ പെൺകുട്ടിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അല്പസമയത്ത് മുൻപാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും ഈ കുട്ടി മരിച്ചു എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നത്. ഈ പ്രതി അതിക്രൂരമായാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചതെന്ന ഈ തെളിവെടുപ്പിനടക്കം പോലീസിനോട് ഇക്കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്ന സാഹചര്യമുണ്ടായി. കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ യുവാവ് ആ വീട്ടിലേക്ക് എത്തുകയും ഈ പെൺകുട്ടിയുമായി വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്തത്. തന്നെ കൂടാതെ മറ്റു ചില സുഹൃത്തുക്കൾ, ആൺ സുഹൃത്തുക്കൾ ഉള്ളതാണ് യുവാവിന് ഇത്തരത്തിലൊരു പ്രകോപനമായത്. ഈ പ്രകോപനത്തിന്റെ ഫലമായി കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ചും ഒപ്പം തല ഭിത്തിയിൽ മാരകമായി ഇടിപ്പിച്ചും ശ്വാസം മുട്ടിച്ചുമൊക്കെയാണ് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ആക്രമിച്ചത്. 2 ദിവസമായ ആ പെൺകുട്ടി അതീവ ICU വെന്റിലേറ്ററിൽ തന്നെ ചികിത്സയിലായിരുന്നു. എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കിക്കൊണ്ടാണ് പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഏറെ ഗുരുതരാവസ്ഥയിലായിരുന്നു. കാരണം ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നു ഈ പെൺകുട്ടി. നവമി,
ഈ കേസിന്റെ സ്വഭാവം ഇതോടുകൂടി മാറുകയാണ്. ഇതുവരെയും പ്രതി അനൂപിനെതിരെ വധശ്രമമാണ് പോലീസ് ചുമത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പ്രതി ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണോ അതോ ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നോ? ഇനി കേസിന്റെ അന്വേഷണം ഏത് രീതിയിലായിരിക്കും? ടോം, പ്രതി റിമാൻഡിലാണ്. 14 ദിവസത്തേക്കായിരുന്നു റിമാൻഡ്. ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ അടക്കം നൽകുവാനായിരുന്നു പോലീസിന്റെ തീരുമാനം. അതിനിടയിലാണ് പെൺകുട്ടിയുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു. ആ അപകടം നടന്ന ദിവസം മുതൽ തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർമാർ അതിതീവ്രമായി തന്നെ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ തലച്ചോറിനേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്ക്. ഒന്നെങ്കിൽ കുട്ടി ഒരു 24 മണിക്കൂർ നിരീക്ഷണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും കോമ സ്റ്റേജിലേക്ക് പോകുമെന്ന് കൂടി ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ കുട്ടിയുടെ മരണവാർത്ത പുറത്തുവരുന്നത്. ഇപ്പോൾ ഈ യുവാവിനെതിരെ അനൂപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം, വധശ്രമം എന്നീ വകുപ്പുകളായിരുന്നു. ഇനിയിപ്പോൾ വധശ്രമം മാറ്റി കൊലക്കുറ്റം തന്നെ ചുമത്തും. അങ്ങനെയായിരിക്കും ഇനി തുടർന്നുള്ള നടപടികളിൽ പോലീസ് എടുക്കുന്ന ഒരു വകുപ്പും തീരുമാനവും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ചോദ്യം ചെയ്യലടക്കം ആവശ്യമുണ്ടോ എന്നറിയില്ല. കാരണം ഇതിനോടകം തന്നെ പ്രതി കുറ്റം സമ്മതിച്ചതാണ്. ഏതൊക്കെ വിധത്തിലാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി വിശദീകരിച്ച് നൽകുകയും ചെയ്തു. പ്രതി കൊണ്ടുവന്ന കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക, കത്തി, അതോടൊപ്പം ഈ യുവാവിന്റെ തന്നെ കഴുത്തിൽ കിടന്ന ഒരു ചെയിൻ, ആ ചെയിൻ ഉപയോഗിച്ചായിരുന്നു പെൺകുട്ടിയുടെ കഴുത്തൽ മുറുക്കുകയും ചെയ്തത്. ഇതെല്ലാം പോലീസ് സംഭവ സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് തന്നെ കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു തെളിവെടുപ്പിനുള്ളൊരു സാധ്യത കുറവാണ്. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി നടത്താനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും വകുപ്പുകൾ മാറ്റിയായിരിക്കും ഇനി യുവാവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയായിരിക്കും ഈ കുറ്റപത്രത്തിലേക്ക് അടക്കം കടക്കുമ്പോൾ പോലീസ് ചെയ്യുക. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയായിരുന്നു. ആ കുട്ടിയെ ഏതൊക്കെ വിധത്തിലാണ് മർദ്ദിച്ചതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പോക്സോ കേസ് അതിജീവിതയാണ്. പിന്നീട് ഈ യുവാവുമായിട്ടുള്ള ബന്ധം, ആ പ്രണയബന്ധത്തിന്റെ തലങ്ങൾ മാറുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ മറ്റ് രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ പല രീതിയിൽ ലൈംഗികമായ ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നുണ്ട് ഈ പെൺകുട്ടി. ഏറ്റവും ഒടുവിലാണ് ഒരു സംശയത്തിന്റെ പേരിൽ ഈ യുവാവ്, പ്രതിയായിട്ടുള്ള അനൂപ്, ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നു. അതായത് പോലീസ് പറയുന്നതനുസരിച്ച് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ആക്രമണം. അങ്ങനെ തന്നെയാണ് പ്രതി പറഞ്ഞതും. കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ശനിയാഴ്ച പുലർച്ചെ ഈ പെൺകുട്ടിയെ കാണുന്നതിനു വേണ്ടി യുവാവ് വീട്ടിലെത്തിയത്. ഇതിൽ പോലീസ് പറയുന്നത് പ്രകാരം, ഈ യുവാവ് നൽകിയ മൊഴി പ്രകാരം, ശനിയാഴ്ച രാത്രിയോടുകൂടി പെൺകുട്ടിയെ ഈ യുവാവ് നിരന്തരം ഫോണിൽ വിളിക്കുന്നു. ഇവർ ഒരു വർഷമായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെട്ടത്. ഇതിനോട് പല പ്രാവശ്യം ആ യുവാവ് പെൺകുട്ടിയുടെ വീട്ടിൽ വരികയും ചെയ്തു. അത് പെൺകുട്ടിയുടെ അമ്മയും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ശനിയാഴ്ച രാത്രി, അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി പെൺകുട്ടിയെ ഫോണിൽ വിളിക്കുന്നു. പക്ഷെ ആ പെൺകുട്ടി മറ്റൊരു കോളിലാണെന്ന് പറയുന്നത് യുവാവിന് പ്രകോപനം സൃഷ്ടിക്കുന്നു. ഇതിനുശേഷം 10 മണിയോടുകൂടി ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങൾ നൽകിയതാണ്. 10 മണിയോടുകൂടി വീട്ടിലെത്തുന്നു. ഈ പെൺകുട്ടിയുമായി വാക്കുതർക്കം, ആരെയാണ് ഫോൺ വിളിച്ചത്, മറ്റ് ആൺ സുഹൃത്തുക്കളുടെ കാര്യമൊക്കെ ചോദിച്ച് ഇവർ തമ്മിൽ വലിയ രീതിയിൽ തർക്കമാകുന്നു. ഇതിനെ തുടർന്ന് പെൺകുട്ടിയുടെ തല ഭിത്തിയിലിടിപ്പിച്ച് അതിക്രൂരമായി മർദ്ദിപ്പിക്കുന്നു. ഒപ്പം കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക, കത്തിയൊക്കെ ഉപയോഗിച്ച് കുട്ടിയുടെ ശരീരത്തിൽ ആസകലം മുറിവേൽപ്പിക്കുന്നു. അതിനുശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. കുട്ടി ഇത് നിരാകരിച്ചതോടുകൂടിയാണ് കൊല്ലാൻ വേണ്ടി കൂടുതൽ ആക്രമണം ഈ കുട്ടിക്ക് നേരെ ഉണ്ടാകുകയും ചെയ്തത്. ഇതിനിടയിൽ കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഈ സമയത്ത് തന്നെ മറ്റൊരാൾ ആ വീട്ടിലേക്ക് വന്നു എന്ന്, ഈ വീട്ടിൽ വരുന്നതായി കണ്ടു എന്ന് യുവാവ് പറയുന്നുണ്ട്. പക്ഷേ അതാരാണെന്ന് പോലീസ് ഒന്നും സ്ഥിരീകരിക്കുന്നില്ല. ആ യുവാവും ഈ പെൺകുട്ടി തന്നെ വിളിച്ചിട്ട് വന്നതാണെന്ന സംശയം വീണ്ടും ഈ പ്രതിയിൽ ഉണർത്തുന്നു. ഇതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി താൻ മരിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, എന്നാൽ നീ പോയി ചത്തോളൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് യുവതിക്ക് നേരെ എത്തുകയും യുവതി കയ്യിൽ കരുതിയിരുന്ന ഷോള് ഫാനിൽ കെട്ടിയതിനു ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. ഈ പെൺകുട്ടി പിടയുന്നത് കണ്ട് യുവാവ് ഈ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഇതിന്റെ ഈ ഫാനിൽ നിന്നും ഈ ഷോള് അറുത്തു മാറ്റുന്നു.
പെൺകുട്ടി ആ സമയത്ത് ഒച്ച വെക്കുന്നു. ഈ ഒച്ച പുറത്ത് കേൾക്കാതിരിക്കാൻ, നമുക്കറിയാം പുലർച്ചെ സമയത്താണ്, അപ്പോൾ ഒച്ച വെച്ചാൽ നാട്ടുകാരൊക്കെ ഓടിക്കൂടും ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ പുറത്ത് കേൾക്കാതിരിക്കാൻ കൈകൊണ്ട് പെൺകുട്ടിയുടെ മുഖത്ത് അമർത്തുന്നു. പെൺകുട്ടി അബോധാവസ്ഥയിലാകുന്നു. ആ സമയത്ത് ഒരു അല്പനേരം കൂടി ഈ യുവാവ് അവിടെ നിൽക്കുന്നുണ്ട്. ഈ കുട്ടി മരിച്ചു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി 7 മണിയോടുകൂടിയാണ് യുവാവ് ആ സ്ഥലത്തു നിന്നും വീട്ടിന്റെ പുറകുവശത്തെ മതിൽ ചാടി രക്ഷപ്പെടുകയും ചെയ്തത്. ഈ CCTV ദൃശ്യങ്ങൾ അത് കൃത്യമായി കിട്ടുന്നില്ല. കാരണം ഈ പെൺകുട്ടിയുടെ വീട്ടിന്റെ പുറകുവശത്തുകൂടിയാണ് യുവാവ് ചാടി രക്ഷപ്പെടുന്നത്. അത് പോലീസിനോട് കൃത്യമായി വിവരിച്ചു നൽകുകയും യുവാവ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് പെൺകുട്ടി ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടി പെൺകുട്ടിയുടെ ബന്ധു ആ വീട്ടിലേക്ക് വരുമ്പോൾ അബോധാവസ്ഥയിൽ കയ്യിലെ മുറിവിൽ ഉറുമ്പരിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ കാണപ്പെടുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ബോധം കിട്ടിയിട്ടില്ല. ഡോക്ടർമാർ പറയുന്നത് പ്രകാരം അന്ന് തന്നെ വെന്റിലേറ്ററിൽ കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. 2 ദിവസം ഈ യുവാവിനായി പോലീസ് ഞായറാഴ്ച രാവിലെ ഈ വൈകുന്നേരത്തോടെ ഇത് അറിയുന്നു. തിങ്കളാഴ്ച രാവിലെ വരെ പോലീസ് ഈ യുവാവിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ യുവാവ് വീട്ടിലേക്ക് എത്തിയില്ല എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു. പക്ഷെ യുവാവിന്റെ തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് അനൂപിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. അനൂപ് നിരവധി ക്രിമിനൽ കേസുകളിലുള്ള ആളുകൂടിയാണ്. ഈ 2 ആക്രമണ കേസ്, 1 കഞ്ചാവ് ലഹരി ഉപയോഗിക്കുക, ലഹരി കൈവശം വെക്കുക, അങ്ങനെ കേസുകളുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയാണ്. നാട്ടുകാർക്കും വലിയ ശല്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കൂടി ആയതിനാൽ ഈ യുവാവിനെ പിടികൂടുന്നതിനു വേണ്ടി നാട്ടുകാരുടെ സഹായവും പോലീസിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായ ഒരു പകൽ മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അവസാനം പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തത്. കൊല്ലുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ആ വീട്ടിലേക്ക് എത്തുകയും ഈ പെൺകുട്ടിയെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതെന്ന യുവാവ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് പെൺകുട്ടിയുടെ അമ്മ യുവാവിനെതിരെ പരാതി നൽകി. പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് ഇതിനു മുൻപും ഈ യുവാവ് ആ വീട്ടിലേക്ക് വന്നിരുന്നു. ഒരു ദിവസം പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ യുവാവ് വീട്ടിൽ നിൽക്കുന്നത് കണ്ടു. അന്ന് ഈ അമ്മ ഇവർക്ക് ഒരു വാണിംഗ് കൊടുത്തിരുന്നു. കാരണം ഇത്തരത്തിൽ വീട്ടിലേക്ക് വരാൻ പാടില്ല, നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ നിന്റെ വീട്ടുകാരോട് വന്ന് ആലോചിക്കൂ, വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാമെന്ന്. പക്ഷെ അപ്പോഴും ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി അനൂപ് തയ്യാറായിരുന്നില്ല. അതിന് കുറച്ച് സമയം വേണം, 3 വർഷത്തെ സമയമായിരുന്നു അനൂപ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ വരുവാനോ ഇവളുമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ അവളെ മർദ്ദിക്കുവാനോ പാടില്ല എന്ന് അമ്മ മുന്നറിയിപ്പ് നൽകി. ആ സമയത്ത് ഈ യുവാവ് അമ്മയെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഈ പെൺകുട്ടിയോട് പലപ്പോഴും ഈ അമ്മ പറഞ്ഞ് വിലക്കിയിട്ടുണ്ടായിരുന്നു, യുവാവിന്റെ നിന്നും അടുത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ യുവാവുമായിട്ടുള്ളൊരു ബന്ധം സൃഷ്ടിക്കരുത്, അത് ഉപേക്ഷിക്കണമെന്ന് പലതവണ അമ്മ മുന്നറിയിപ്പ് നൽകി. പക്ഷെ ആ പെൺകുട്ടിയും അത് കൂട്ടാക്കിയില്ല. അമ്മയോട് വളരെ രീതിയിൽ മോശമായി പെരുമാറുകയും അമ്മയുമായി നിരന്തരം വഴക്കുണ്ടാക്കുമായിരുന്നു എന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് അമ്മ ഈ സംഭവം നടന്ന, അതായത് തീർച്ചയായും ആ പോക്സോ കേസ് അതിജീവിതയാണ് മരിച്ചത്. ഈ ഒരു കാമുകന്റെ പ്രതി അനൂപിന്റെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായ അതിജീവിത ഏറെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി ചികിത്സയിലായിരുന്നു. ഒടുവിൽ മരണം സംഭവിച്ചിരിക്കുന്നു. നവമി, ഈ ഒരു കേസ്, നമ്മൾ ഈ പോക്സോ കേസ് കൂടി, പെൺകുട്ടി ഇരയായിട്ടുള്ള പോക്സോ കേസ് കൂടി പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ പെൺകുട്ടി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കുടുംബം ദത്തെടുത്ത ഒരു പെൺകുട്ടിയാണ്, അങ്ങനെ ദത്തെടുത്ത് വളർത്തിയതാണ്. പലരും ഈ വാർത്തയുടെ പിന്നാലെ പല ആളുകളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ കമന്റായി ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത്, ഈ പീഡനം നടക്കുന്ന സമയത്തൊന്നും കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ, ഈ ആക്രമണം നടക്കുന്ന സമയത്ത് വീട്ടുകാരുടെ ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. പല പോക്സോ കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുടെ ഒരു അശ്രദ്ധ ഇത്തരം സംഭവങ്ങളുടെയൊക്കെ പിന്നിലുണ്ട്. കാരണം അച്ഛനും അമ്മയ്ക്കും പലപ്പോഴും അറിവുണ്ടാകില്ല. ഇന്നലെ തന്നെയാണെങ്കിൽ പോലും നമ്മൾ ഇടുക്കിയിൽ നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു 14-കാരി ഈ പീഡനത്തിനിരയായി പ്രസവിക്കുന്ന സാഹചര്യം. ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പീഡന വിവരം, ഈ കുട്ടി ഗർഭിണിയാണെന്ന വിവരം പോലും മാതാപിതാക്കൾ അറിയുന്നത്. ഈ പെൺകുട്ടിയുടെ, അതായത് ഈ ചോറ്റാനിക്കരയിലെ ഈ പെൺകുട്ടിയുടെ കേസ് പരിശോധിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ഈ വീട്ടുകാർക്ക് ഇതേക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല. അതോ നവമി സൂചിപ്പിച്ചതുപോലെ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഈ വീട്ടുകാരുടെ, രക്ഷിതാക്കളുടെയൊക്കെ എതിർപ്പ് വകവയ്ക്കാതെ ഈ പ്രണയബന്ധവുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഈ പെൺകുട്ടി. ടോം പറഞ്ഞത് തന്നെയാണ് ശരി. വീട്ടുകാർ, അതായത് പെൺകുട്ടിയുടെ അമ്മ പലപ്പോഴും ഈ കുട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ അത് നിന്റെ ജീവിതത്തിന് തന്നെ
ഭീഷണിയായി മാറും അല്ലെങ്കിൽ ദോഷകരമാകുമെന്നൊക്കെ പലപ്പോഴും ഈ അമ്മ കുട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ അതിനോടൊന്നും ചെവിക്കൊള്ളാൻ ഈ പെൺകുട്ടി തയ്യാറായിരുന്നില്ല. നാട്ടുകാരുമൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്. എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു വീട്ടിൽ. ഈ ദത്തുപുത്രിയാണ്. ഈ അച്ഛൻ, ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചിരുന്നു, ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം അതുവരെ പെൺകുട്ടി നല്ല സ്വഭാവക്കാരി അല്ലെങ്കിൽ കുടുംബക്കാരുടെ ഒക്കെ വലിയ രീതിയിൽ സഹകരിക്കുന്ന കുട്ടിയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഈ കുട്ടി ഇത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറിയത്. അമ്മയെ പലപ്പോഴും ഈ പെൺകുട്ടി അനുസരിക്കാത്തൊരു സാഹചര്യമാണ്. ദത്തെടുത്ത കുട്ടിയാണ്. ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതിനാൽ 7ാം ക്ലാസ് വരെ ആ കുട്ടി സ്കൂളിൽ പോയിട്ടുള്ളൂ, പിന്നീട് സ്കൂളിലേക്ക് പോയില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ സ്കൂളുകളിലൊക്കെ ഈ കുട്ടി പോയിരുന്നു. അപ്പം ഈ ഈ വോളിബോളിലൊക്കെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അമേരിക്കയിലൊക്കെ പോയി വലിയ വിജയം സ്വന്തമാക്കിയ ഒരു കുട്ടിയാണ്. അങ്ങനെ മറ്റു തരത്തിലൊക്കെ വലിയ രീതിയിൽ മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു. പക്ഷെ എപ്പോഴും സൗഹൃദങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അവളെ ഇങ്ങനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയത്. ഈ ലഹരിയൊക്കെ കുട്ടി ഉപയോഗിക്കാറുണ്ടെന്ന് നാട്ടുകാരും ഒപ്പം അമ്മയും പറയുന്നുണ്ട്. ഈ യുവാവും ഒപ്പം മറ്റു ചില സുഹൃത്തുക്കളും ഒക്കെ കുട്ടിക്ക് ലഹരി നൽകാറുണ്ട്. ആ ലഹരി ഉപയോഗിച്ച ശേഷം വലിയ അക്രമാസക്തമായിട്ടുള്ള സ്വഭാവം തന്നെയാണ് വീട്ടിൽ പെൺകുട്ടി കാണിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലെ സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന സ്വഭാവം, ഒരുപാട് വാശി പിടിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ഈ അമ്മയ്ക്കും ഇത്തരത്തിൽ ഭീഷണി, അമ്മയും കൊലപ്പെടുത്തുമെന്ന് ഈ പെൺകുട്ടിയും ഈ യുവാവും ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അമ്മയ്ക്ക് നിർബന്ധപൂർവ്വം ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. പക്ഷെ അപ്പോഴും അമ്മ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, തന്റെ മകളല്ലേ, അവളെ ഒരുപാട് താൻ നല്ല വഴിയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ദോഷഫലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ പെൺകുട്ടി അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. നിർബന്ധിതയാകുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് മാറുന്നതിന് വേണ്ടി താൻ നിർബന്ധിതയാകുകയായിരുന്നു. പുലർച്ചെ ഉള്ള സമയത്തൊക്കെ കുട്ടി വലിയ രീതിയിൽ അക്രമാസക്തിയായി അമ്മയോട് വലിയ രീതിയിൽ മോശമായി പെരുമാറുകയും വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ യുവാവ് അവിടെ എത്തി വീട്ടിന്റെ മുൻവശത്തൊക്കെ വാഹനം ഈ മറ്റുള്ളവർക്ക് പോകുന്നതിന് തടസ്സമാകുന്ന തരത്തിലൊക്കെ വാഹനം നിർത്തുന്നതൊക്കെ ഈ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഈ യുവാവിനെതിരെ പരാതിയും നൽകിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ പെൺകുട്ടി അത് ഈ യുവാവിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അമ്മയെ തള്ളുന്ന രീതിയിലൊക്കെയുള്ള പ്രതികരണമായിരുന്നു പോലീസിനോടൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെ അമ്മയ്ക്ക് പോലും ആ പെൺകുട്ടിയെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അമ്മയും ആ വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നത്. മറ്റ് ബന്ധുക്കളോടൊന്നും തന്നെ ഈ പെൺകുട്ടി സംസാരിക്കുകയോ ഇടപെടുകയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരെ ഒന്നും കേൾക്കാൻ പോലും ഈ പെൺകുട്ടി തയ്യാറായിരുന്നില്ല എന്നുകൂടി പെൺകുട്ടിയുടെ അമ്മയും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ പെൺകുട്ടി യുവാവുമായി അടുപ്പത്തിലാകുകയും ആ യുവാവിൽ നിന്നും ഇത്രയും വലിയൊരു ക്രൂര പീഡനം ആ പെൺകുട്ടിക്ക് ഏൽക്കുകയും ചെയ്തത് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു. നവമി, അതാണ് കാരണം പലപ്പോഴും ഈ യുവാവ്, അതായത് ഇയാളൊരു ക്രിമിനലാണ്, ഇയാളുടെ പശ്ചാത്തലം തന്നെ ഇത്രയും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. ഇതൊക്കെ ഈ പെൺകുട്ടിക്ക് അറിവുണ്ടായിരുന്നോ, അതോ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഈ ബന്ധവുമായി ഇയാളുമായിട്ടുള്ളൊരു പ്രണയബന്ധം തുടരുകയായിരുന്നോ? സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ ഈ പെൺകുട്ടിക്ക് അറിയാമായിരിക്കും. പക്ഷെ അപ്പോഴും ആ യുവാവുമായിട്ട് സൗഹൃദം തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ലഹരി ഉൾപ്പെടെ ഈ പെൺകുട്ടിക്ക് എത്തിച്ചു നൽകിയിരുന്നത് ഈ യുവാവാണ്. യുവാവിനെതിരെ ലഹരി കേസുണ്ട്, അക്രമ കേസുകളുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ പെൺകുട്ടി ആ യുവാവിൽ നിന്നും ഉള്ള പ്രണയം അല്ലെങ്കിൽ ഒരു സൗഹൃദം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. നാട്ടുകാരും ഒപ്പം കുട്ടിയുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ പലതവണ കുട്ടിയോട് ഈ യുവാവുമായിട്ടുള്ള സൗഹൃദം അത് ശരിയല്ല എന്നൊക്കെ ഉപദേശിച്ചുവെങ്കിലും ആ പെൺകുട്ടി അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ചിലപ്പോൾ ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ യുവാവിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സൗഹൃദമൊക്കെ ആ കുട്ടിക്കും ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി. പക്ഷേ ആ യുവാവിലുണ്ടായിരുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മറ്റ് സൗഹൃദങ്ങളൊക്കെയാണ് ഇവർക്കിടയിൽ ഇത്രയും വലിയൊരു പ്രശ്നങ്ങളിലേക്കും പിന്നീട് ആ ഒരു മരണത്തിലേക്ക്, പെൺകുട്ടിയുടെ മരണത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. ചിലപ്പോൾ ഈ ഒരു ഘടകം തന്നെയായിരിക്കും. ലഹരിയൊക്കെ ഇതിൽ വലിയൊരു പങ്കുണ്ടെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷെ എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടിയുടെ കുടുംബം അല്ലെങ്കിൽ അമ്മയൊക്കെ വലിയ സ്നേഹത്തോടുകൂടി കഴിഞ്ഞു പോകുന്നതാണ്. ആ കുടുംബത്തെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. പക്ഷെ ഈ പെൺകുട്ടി മാത്രമാണ് അതിൽ നിന്നൊക്കെ
വ്യത്യസ്തമായി അല്ലെങ്കിൽ ബന്ധുക്കളെയോ വീട്ടുകാരെയോ ഒന്നും അനുസരിക്കാതെ ഒരു ജീവിതശൈലി തുടർന്നു പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ദുരന്തം ആ പെൺകുട്ടിയെ തേടിയെത്തുകയും ചെയ്തത്. 16-ാം വയസ്സിലാണ് സമീപകാലത്തുണ്ടായിരിക്കുന്ന പല പോക്സോ കേസുകൾ പരിശോധിച്ചാലും, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡനത്തിൻ്റെതായ പല കേസുകൾ പരിശോധിച്ചാലും അവിടെ ഈ സമൂഹ മാധ്യമങ്ങൾ വലിയൊരു കെണിയൊരുക്കുന്നുണ്ട്. ഈ അനൂപുമായി, ഈ തലയോലപ്പറമ്പ് സ്വദേശിയാണ് അനൂപ്, ഈ ചോറ്റാനിക്കര താമസിക്കുന്ന ഈ പെൺകുട്ടിയും തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഈ അനൂപും തമ്മിൽ എങ്ങനെയാണ് പരിചയത്തിലാകുന്നത്? ഈ സമൂഹ മാധ്യമങ്ങൾ, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയാണോ ഇവർ തമ്മിൽ അടുക്കുന്നത്? അതെ, ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത്. 1 വർഷമായതേ ഉള്ളൂ ഇവർ തമ്മിൽ പരിചയപ്പെട്ടിട്ട്. അതിനിടയിലാണ് ഇവർ ഇത്ര സൗഹൃദത്തിലാകുകയും അനൂപ് നിരന്തരം ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയും ഇവർ പുറത്തു വെച്ചൊക്കെ കാണുകയും ഇത്തരത്തിൽ ലഹരി കൈമാറ്റങ്ങളൊക്കെ നടത്തുന്നതും ഈ 1 വർഷം കൊണ്ടാണ്. ഈ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ ഒരു പെൺകുട്ടികൾ, പലപ്പോഴും പെൺകുട്ടികളെന്നല്ല ഇപ്പോഴത്തെ തലമുറ വലിയ രീതിയിൽ വഴിതെറ്റുന്നതിനൊക്കെ കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം കൊണ്ട് കൂടിയാണെന്ന് നമുക്ക് ഇതൊക്കെ വെച്ച് ഉദാഹരണം പറയാൻ കഴിയും. ഒപ്പം ഈ ലഹരിയൊക്കെ പെൺകുട്ടിക്ക് കിട്ടുന്നത് സുലഭമായിരുന്നു. പല സുഹൃത്തുക്കൾ, അത് സ്കൂളിൽ പഠിക്കാത്തതുകൊണ്ട് തന്നെ, സ്കൂളിൽ പോകാത്തത് കൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള സുഹൃത്തുക്കളാണ് ഈ പെൺകുട്ടിക്ക് ഏറെയും ഉള്ളത്. അവരിൽ നിന്നൊക്കെ ലഹരി പദാർത്ഥങ്ങൾ പെൺകുട്ടിക്ക് കിട്ടുകയും അങ്ങനെയാണ് പലപ്പോഴും ഈ പെൺകുട്ടി സൗഹൃദം കണ്ടെത്തുന്നതെന്ന് കൂടി അമ്മയും പോലീസും ഒക്കെ പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ ഈ സോഷ്യൽ മീഡിയ പോലീസ് പരിശോധിച്ചിരുന്നു. അതിൽ നിന്നുമൊക്കെ പല യുവാക്കളുമായും പെൺകുട്ടി ഇത്തരത്തിൽ ലഹരി കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ പോലീസിന് കണ്ടെത്തുവാനും സാധിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ അന്വേഷണം ഒക്കെ ഇനിയും നടത്തേണ്ടതുണ്ട്. ഈ യുവാവിന്റെയൊക്കെ ഒരു ക്രിമിനൽ പശ്ചാത്തലവും പോലീസിന് മനസ്സിലായി, കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇനി അതിലൊരു വകുപ്പുകളുടെ മാറ്റം കൂടിയാണ് വരേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം അല്ലെങ്കിൽ ഈ ലഹരിയൊക്കെ വലിയ രീതിയിൽ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളിൽ വലിയ രീതിയിൽ അവരുടെ ജീവിതം തന്നെ താളം തെറ്റുന്ന, വഴിതെറ്റുന്ന അല്ലെങ്കിൽ അവസാനിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹം മാറുന്നു എന്ന് പറയാം. പലപ്പോഴും ഈ മാതാപിതാക്കളെ അനുസരിക്കാതെ അല്ലെങ്കിൽ ബന്ധുക്കളെ അനുസരിക്കാതെ ടീച്ചർമാരോട്, നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടതാണോ കുട്ടികളൊക്കെ ഏത് രീതിയിലാണ് ഈ അവരുടെ രക്ഷകർത്താക്കളോട് അല്ലെങ്കിൽ അധ്യാപകരോടൊക്കെ മോശമായി പെരുമാറുന്നതൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണം ഈ ഓരോ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്കും ഈ കുടുംബവും ഒന്നും അനുസരിക്കാതെ അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് കേൾക്കാതെ ഇങ്ങനെ ഒരു മോശം കൂട്ടുകെട്ടിലൂടെ അവളുടെ ജീവൻ നഷ്ടപ്പെടാനും കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗവും ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഉള്ള കുട്ടിക്ക് പറ്റുന്ന അബദ്ധങ്ങളും ഒക്കെ തന്നെയാണ് ആ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ പെൺകുട്ടിയെ എത്തിച്ചിരിക്കുന്നത്. പെൺകുട്ടി ലഹരി സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന നമ്മൾ കേട്ട പല വാർത്തകളും ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പാലക്കാട് ഒരു +1 വിദ്യാർത്ഥി സ്കൂൾ അധ്യാപകന് നേരെ കൊലവിളി നടത്തുന്ന സംഭവം, കോഴിക്കോട് ഒരു +1 വിദ്യാർത്ഥി സഹപാഠിയുടെ കഴുത്തറക്കുന്ന കേസ്, ഈ തിരുവനന്തപുരത്ത് 2 ദിവസം മുൻപാണ് സ്കൂൾ ബസ്സിൽ വെച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1ൽ പഠിക്കുന്ന വിദ്യാർത്ഥി കുത്തി പരിക്കേൽപ്പിച്ച സംഭവം. ഇതുപോലുള്ള നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഈ പത്തനംതിട്ടയിൽ 60 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം, അതിൽ പ്രായപൂർത്തിയാകാത്ത 4 പ്രതികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സ്വാധീനിക്കുന്ന രീതിയിൽ പല സിനിമകളും സമൂഹ മാധ്യമങ്ങളൊക്കെ ഇവരെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. നാം ഇവിടെയൊക്കെ ഈ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ സൂചിപ്പിച്ച ഈ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗം, സിനിമകളുടെ സ്വാധീനം, ഇതൊക്കെ ഈ കുട്ടികൾ ലഹരിക്ക് അടിമകളാകാനും ഈ പ്രണയക്കെണിയിൽ വീഴാനും ഒക്കെ കാരണമാകുന്നുണ്ടല്ലോ. സ്വാഭാവികമായി ഈ ചോറ്റാനിക്കരയിലെ ഈ കേസ് പരിശോധിച്ചാലും ഈ സിനിമകളുടെയും ഈ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ സ്വാധീനം വലിയ രീതിയിൽ ഈ കുട്ടികളെ, ഈ പെൺകുട്ടിയെ ഈ കെണിയിൽപ്പെടാനും ഈ അനൂപിനെ പോലുള്ള പ്രതികൾ, അക്രമകാരികൾ ഇതുപോലുള്ള അക്രമവാസനയിലേക്ക് മാറാനും ഒക്കെ കാരണമാകുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ടോം, നമ്മുടെ അധികൃതർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, സർക്കാരായിക്കോട്ടെ, ഈ കുട്ടികളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം കൂടുകയും അല്ലെങ്കിൽ ലഹരി കൈമാറ്റത്തിലൊക്കെ പിടികൂടുന്നതും ഒക്കെ ഈ
കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അത്തരത്തിലുള്ള ഇങ്ങനെ കേസുകളിലൊക്കെ കൂടുതലും പെടുന്നത്. അതിന്റെ ഒരു പോലീസിന്റെ ഒരു നിഗമനം അനുസരിച്ച് അല്ലെങ്കിൽ പോലീസിന്റെ ഒക്കെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലാണ് ഏറ്റവും കൂടുതൽ ലഹരികൾ എത്തിക്കുന്നത്. ഇവരുടെ ഏജന്റുകൾ ലക്ഷ്യമിടുന്നതും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ്, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയാണ്. ഇവർക്കൊക്കെ പലപ്പോഴും ആഡംബരമായിട്ടുള്ള ജീവിതം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ ഈ ലഹരി വിൽപ്പനയിലൂടെയൊക്കെ ഇവർക്ക് ലഭിക്കും. ആ സമയത്ത് ഇവർ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും കുട്ടികളെ ഇത്തരത്തിലുള്ള മോശം വഴികളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു കാരണവും ഈ ലഹരിയുടെ അതിപ്രസരം തന്നെയാണ്. ഈ അടുത്ത ഇടയ്ക്കൊക്കെ കൊച്ചിയിലൊക്കെ എത്രമാത്രം ലഹരി കേസുകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, എത്രമാത്രം ലഹരി കേസുകളാണ് പോലീസ് പിടികൂടുന്നതെന്നൊക്കെ നമ്മുടെ മുന്നിൽ അതിന്റെ കണക്കുകൾ സഹിതമുണ്ട്. അതോടൊപ്പം തന്നെയാണ് സിനിമയുടെ ഒരു സിനിമ അത് ഏത് രീതിയിലാണ് കുട്ടികളിൽ സ്വാധീനിക്കുന്നത് എന്നും ഈ അടുത്തിറങ്ങിയ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആവേശം, പണി, മുറ പോലുള്ള സിനിമകളിലൊക്കെ അവിടെ കുട്ടികളാണ് കൂടുതലും ഇത്തരത്തിൽ ഈ ഒരു ഗുണ്ടകളായിട്ട് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്ന വ്യക്തികളായി മാറുന്നത്. ഈ സിനിമകളിലൊക്കെ കുട്ടികളെയാണ് ചിത്രീകരിക്കുന്നത്. ഇതൊക്കെ ഒരു തരത്തിൽ യുവാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വലിയ രീതിയിൽ ഒരു സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയാൻ കഴിയും. കോട്ടയത്തൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു കുട്ടിയെ ഈ വിവസ്ത്രനാക്കി റാഗ് ചെയ്യുന്നത്. അതിൽ ആ കുട്ടികൾ പറഞ്ഞ വിശദീകരണം പുഷ്പ 2 എന്ന സിനിമയിൽ നായകനായിട്ടുള്ള അല്ലു അർജുനെ അത്തരത്തിലൊരു വിവസ്ത്രനാക്കി എല്ലാവരും ചേർന്ന് വില്ലന്മാര് ചേർന്ന് റാഗ് ചെയ്യുന്ന ഒരു ദൃശ്യങ്ങൾ കണ്ടു. അത് ഉൾക്കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ അതിലൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ കുട്ടികൾ പിന്നീട് സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സിനിമയൊക്കെ വലിയ രീതിയിൽ ഇന്നത്തെ കാലത്തെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ തൃശ്ശൂരിൽ ഈ ന്യൂ ഇയറിന്റെ രാത്രി ഒരു 14-16 വയസ്സുള്ള കുട്ടികളാണ് ഒരു 30 വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇതിലൊക്കെ കുട്ടികൾ പറയുന്ന മൊഴി അല്ലെങ്കിൽ കയ്യിൽ കത്തിയുമായി നടക്കുന്ന ഒരു 16 വയസ്സുകാരനെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു നിരന്തരം വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവങ്ങൾ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നു. അധ്യാപകനെ കൊല്ലും, തീർക്കുമെന്നൊക്കെ പറയുന്ന ധൈര്യം എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നതെന്നാണ് കൈവിട്ട കളിയാണ് ഇപ്പോഴത്തെ ഈ കൗമാരം നടത്തുന്നത്. ലഹരിക്കടിമകളാകുന്നവർ, ഇതുപോലുള്ള ക്രിമിനൽ വാസനയിൽ ഉൾപ്പെടുന്നവർ നമ്മുടെ സമൂഹവും ഭരണകൂടവും അതീവ ശ്രദ്ധയോടെ കാണേണ്ട വിഷയമാണ്. ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിതയെ ക്രൂരമായി മർദ്ദിച്ചത്, ഒടുവിലത് മരണത്തിൽ വരെയും കലാശിക്കുന്ന സംഭവം. ഇതിൽ പ്രതിയായിട്ടുള്ള അനൂപ് ഈ പെൺകുട്ടിയുടെ കാമുകനാണ്, സുഹൃത്താണ്. ഇയാൾ ലഹരിക്കടിമയായിരുന്നു. പോലീസ് ഇയാൾക്കെതിരെ നേരത്തെ വധശ്രമത്തിനായിരുന്നു കേസെടുത്തെങ്കിൽ ഇപ്പോൾ കൊലപാതക കുറ്റം ചുമത്തുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ക്രൂരപീഡനമാണ് പെൺകുട്ടി നേരിട്ടതെന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. മുൻ സുഹൃത്ത് അനൂപ് പെൺകുട്ടി അതിക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 6 ദിവസമായി പെൺകുട്ടി വെന്റിലേറ്ററിലായിരുന്നു. ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.